ശ്രീ മാത്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വിവിധ മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള വിവിധ മത്സര പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നല്ലതുപോലെ സ്പീഡിൽ പ്രോബ്ലം ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ X% കൂടുതലാണെങ്കിൽ ബിക്ക് എയേക്കാൾ X/100+X×100% കുറവായിരിക്കും. സാധാരണ ചോദിച്ച് കാണാറുള്ള ചോദ്യമാണ്. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ X% കൂടുതലാണെങ്കിൽ ബിക്ക് എയേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? അതായത് ബിക്ക് എയേക്കാൾ X+100+X×100% കുറവായിരിക്കും. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ X% കൂടുതലാണെങ്കിൽ ബിക്ക് എയേക്കാൾ X/100+X×100% കുറവായിരിക്കും. അതുപോലെ എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ X% കുറവാണെങ്കിൽ ബിക്ക് എയേക്കാൾ X/100-X×100% കൂടുതലായിരിക്കും. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ X% കൂടുതലാണെങ്കിൽ ബിക്ക് എയേക്കാൾ X/100 കൂടുതൽ എന്ന് പറയുമ്പോൾ പ്ലസ് ഓർത്താണ്. X/100+X×100% കുറവായിരിക്കും. ഇനി എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ X% കുറവ് വരുവാണെങ്കിൽ ബിക്ക് എയേക്കാൾ X/100-X×100% കൂടുതലായിരിക്കും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതുമായിട്ട് സംബന്ധിച്ച പ്രോബ്ലങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ X% കൂടുതലാണെങ്കിൽ ബിക്ക് എയേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? ഇത് ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. കൂടുതലാണെങ്കിൽ X/100+X×100% ആയിരിക്കും കാണേണ്ടത്. ഇവിടെ അതുപോലുള്ളൊരു ചോദ്യം, എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ 25% കൂടുതലാണെങ്കിൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? അതായത് X/100+X×100%. ഇവിടെ എത്ര ശതമാനമാണ് കൂടുതൽ വരുന്നത്? 25/100+25×100%. അതായത് 25/100+25 125 × 100%. 25 ഇനി 5 100 കൂടെ വെട്ടാം. 5 20% ഒന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 20%. ഇത് ഈ കാര്യം ഓർത്തിരുന്നാൽ മതി. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ X% കൂടുതലായാൽ ബിക്ക് എയേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും എന്നാണ് ചോദ്യം. അതായത് X/100+X×100% കൂടുതലാണെങ്കിൽ അടി കൂട്ടുവാകേണ്ടത്. ഓർത്തിരുന്നാൽ മതി. എയുടെ ശമ്പളം ബിയുടെ ശമ്പളത്തേക്കാൾ 25% കൂടുതലായാൽ ബിയുടെ ശമ്പളം എയുടെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും എന്ന ചോദ്യം. X/100+X×100%. 25/100+25×100%. 25/125 × 100%. 25 125 ഇനി 5 100 കൂടെ വിട്ട് 20% വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവിടെ എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ X% കൂടുതലാണെങ്കിൽ ബിക്ക് എയേക്കാൾ X/100+X×100% കുറവായിരിക്കും. കാര്യം ഓർത്തിരിക്കുക. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 150% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. X/100+X×100%. 150/100+150 × 100%. 150/250 × 100%. 15 4 100 15 4 60% വരും. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 150% കൂടുതലായാൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവാണെന്ന് ചോദ്യം. ഈ ഫോർമുല ഓർത്തിരുന്നാൽ അത് ഇത് ബൈഹാർട്ടാക്കി വെക്കുക. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ X% കൂടുതലാണെങ്കിൽ ബിക്ക് എയേക്കാൾ X/100+X×100% കുറവായിരിക്കും.
ഒരു ടൂത്ത് പേസ്റ്റിൽ 25% കൂടുതൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം കിഴിവിന് തുല്യമായിരിക്കും? ഇതേ കാര്യം തന്നെയാണ് അവർ വളച്ചൊടിച്ച് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ടൂത്ത് പേസ്റ്റിൽ 25% കൂടുതൽ എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം കുറവിന് തുല്യമായിരിക്കും? ഇപ്പം കൂടുതൽ എത്ര ശതമാനം കുറവേയും ഈ വിലയുടെ ടൂത്ത് പേസ്റ്റ് ആണെന്നുള്ള വ്യത്യാസമുള്ള ഇൻഡയറക്റ്റ് രീതി പറഞ്ഞേക്കുക. അതായത് നമ്മൾ ഏതിനെ എടുത്താൽ മതി? x/100 കൂടുതലല്ല പറഞ്ഞത്, 100 + x × 100%. അതായത് 25/100 + 25 × 100%. അതായത് 25/125 × 100%. 25 ഇനി 5ഉം 100ഉം കൂടെ ആട്ടെ 20. അപ്പം 20% കിഴിവിന് തുല്യമായിരിക്കും. ഓപ്ഷൻ സി ആണ് ഉത്തരം, 20. ഇവിടെ ഒരു ടൂത്ത് പേസ്റ്റിന് 25% കൂടുതൽ എന്നതിന് പുറത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം കിഴിവിന് തുല്യമായിരിക്കും? അതായത് എയും ബിയും ശമ്പളം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ടൂത്ത് പേസ്റ്റാണ് പറഞ്ഞേക്കുന്നത് കൂടുതലാണ്, 25% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര കുറവുണ്ടായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. x/100 + x × 100%. അതായത് 20% കിട്ടും. 25/125 × 100% കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരു സാധനത്തിന്റെ വില x% വർദ്ധിപ്പിച്ച് വീണ്ടും y% കൂട്ടുകയാണെങ്കിൽ വിലയിലുണ്ടാകുന്ന മാറ്റം x + y + xy/100 ആയിരിക്കും. അതേപോലെയാണ് ഇവിടുത്തെ ഈ ചോദ്യം. ഒരു സാധനത്തിന്റെ വില 20% വർദ്ധിപ്പിച്ച ശേഷം വീണ്ടും 30% വർദ്ധിപ്പിച്ചാൽ വിലയിലുണ്ടാകുന്ന മാറ്റം എന്ത്? ഇവിടെ x 20 y 30 എത്ര ശതമാനം? അതായത് 20 + 30 ഈ ഫോർമുല ഓർത്താൽ മതി. 20 × 30/100. 20 + 30 + 20 × 30/100. അതായത് 50 + 20 × 30 600/100. കട്ട് ചെയ്യുമ്പോൾ 6 വരും. 50 + 6 56%. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരു സാധനത്തിൻ്റെ വില 20% വർദ്ധിപ്പിച്ച ശേഷം വീണ്ടും 30% വർദ്ധിപ്പിച്ചാൽ വിലയിലുണ്ടാകുന്ന മാറ്റം ഇതേ മോഡലാണ്. ഇത് ഓർത്തിരുന്നാൽ മതി. വർദ്ധിപ്പിക്കുകയാകുമ്പോൾ x + y + xy/100. x ഇവിടെ 20 y 30. 20 + 30 + 20 × 30/100. 50 + 600/100 56. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരു ചതുരത്തിൻ്റെ നീളം 10%, വീതി 20% വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് അതായത് വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും? ഇതേ ഫോർമുല വെച്ച് തന്നെ ചെയ്താൽ മതി. നീളവും വീതി വർദ്ധിക്കുക. അപ്പോൾ വിസ്തീർണം എത്ര ശതമാനം എന്നാണ്? x + y + xy/100. LDC വയനാടിൻ്റെ ക്വസ്റ്റ്യനാണ് 2013. അതായത് 10 + 20 + 10 × 20/100. 10 + 20 30 + 200/100. ഓക്കെ, ഞാൻ 30 + 2 32 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇതിൻ്റെ ചതുരത്തിൻ്റെ നീളം 10%, വീതി 20% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് അതായത് വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് x + y + xy/100 നീളവും വീതിയും വർദ്ധിച്ചേ ഉണ്ട്. 32. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ ഒരു ചതുരത്തിൻ്റെ നീളം 40% വർദ്ധിക്കുകയും വീതി 30% കുറയ്ക്കുകയും ചെയ്താൽ വിസ്തീർണത്തിലെ മാറ്റം എന്ത്? x - y - xy. x - y - xy/100 ആണ്. അതായത് നീളം കൂടുകയും വീതി കുറയുകയായിരിക്കും. അപ്പോൾ ഈ ഫോർമുല വെച്ച് ചെയ്താൽ മതി. x - y - xy/100. അതായത് 40 - 30 - 40 × 30/100. അതായത് 40 ൽ 30 പോകും 10 - 1200/10 - 12 എന്ന് പറയാം. 12 ഇത് 2 എതിർ ചിഹ്നങ്ങൾ ക്രിയ ചെയ്യാൻ വന്നാൽ വലിയ സംഖ്യയിൽ ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. 12 ൽ 10 പോകുക 2. വലിയ സംഖ്യ ഇവിടെ 12 ആണ്ട് അതിൻ്റെ ചിഹ്നം കൊടുത്തു. -2 കിട്ടി. -2 എന്ന് പറഞ്ഞ അർത്ഥം 2% കുറവ്. പരപ്പളവിൽ എന്ത് വ്യത്യാസം വരും? 2% കുറവ്. +2 വെറും 2 പോസിറ്റീവ് 2 കിട്ടിയെങ്കിൽ 2% കൂടുതൽ. നെഗറ്റീവ് 8 കിട്ടിയെങ്കിൽ 8% കുറവ്. നെഗറ്റീവ് ആണെങ്കിൽ. പോസിറ്റീവ് ആണെങ്കിൽ വെറും 8 ഉത്തരം കിട്ടിയെങ്കിൽ 8% കൂടുതൽ. നെഗറ്റീവ് ആണെങ്കിൽ അത്രയും കുറവ്. -2 ആയതുകൊണ്ട് 2% കുറവ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.